നമസ്കാരം. എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു കള്ളം എത്രയൊക്കെ പറഞ്ഞിരുന്നാലും ശരി, ചിലപ്പോഴൊക്കെ ഒരു 1000 ആവർത്തി ഒരു കള്ളം പറയുമ്പോൾ ഒരു സത്യം അതിനുള്ളിൽ എവിടെയോ ഉണ്ട് എന്ന് പൊതുജനം ധരിച്ചേക്കാം. അങ്ങനെ നിരവധി കള്ളങ്ങൾ പറയുകയും ആ കള്ളങ്ങളിൽ എവിടെയൊക്കെയോ ചില സത്യമുണ്ട് എന്ന് ജനം തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അപ്പോഴും ഞാനൊരു ചാൻസാണ് വയ്ക്കുന്നത്, ആയിരിക്കാം ഇടതുപക്ഷത്തിനെ പരാജയപ്പെടുത്തി ഇവിടെ UDF എന്ന് പറയുന്ന മുന്നണിയെ വിജയിപ്പിച്ചത്. ആ കള്ളം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്നൊരു പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റ്, ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന തന്ത്രജ്ഞനായ കനകോലു തന്നെയാണ് എന്ന് പലപ്പോഴും നമുക്ക് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ മനസ്സിലായ കാര്യം തന്നെയാണ്. അതായത് കനകോലു പറയുന്നതനുസരിച്ച് നിരന്തരമായി കള്ളം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു നേതാവ് തന്നെയാണ് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കുമില്ല. നിരവധി കള്ളങ്ങൾ ജയിക്കാൻ വേണ്ടി പറയുന്നു. നമുക്കറിയാം, ഒരു ഈ പറയുന്ന പ്രിയദർശിനി എന്ന് പറയുന്ന ആ ഒരു പദ്ധതി മാത്രം നമുക്കെടുക്കാം. അതായത് സ്ത്രീകൾക്ക് ബസ് യാത്ര KSRTC ബസ്സുകളിൽ അവർക്ക് സൗജന്യ യാത്ര, അതും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചത്. അന്ന് പൊതുജനത്തോട് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം, സൗജന്യമായി നിങ്ങൾക്ക് യാത്ര ചെയ്യാം, അതിന് യാതൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ടൂറ് പോകാം, വിനോദയാത്രയ്ക്ക് പോകാം, അതല്ല തീർത്ഥാടനത്തിന് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടമ്മമാരെ കബളിപ്പിക്കുന്ന ഒരുതരം ചെറിയ കള്ളം. അതൊക്കെ സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന ചെറിയ ചെറിയ കള്ളങ്ങൾ മാത്രമാണ്. എത്രയേറെ നുണക്കൊട്ടാരങ്ങളാണ് പൊളിച്ചിട്ടത്. ഇവിടെ നമുക്കറിയാം, പിന്നെ വയനാട് എന്ന് പറയുന്ന ചൂരൽമല എന്ന് പറയുന്ന സ്ഥലത്ത് VD സതീശൻ ഒറ്റയടിക്ക് 30 സെക്കൻഡ് കൊണ്ട് 300 വീട് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, നാക്കുകൊണ്ട്. അത് കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ മാധ്യമപ്രവർത്തകരെല്ലാം അയ്യോ ഇത്രയും സവിശേഷമായ കഴിവുള്ള ഒരാളല്ലേ VD സതീശൻ, കോൺഗ്രസ്സുകാരതാ ഇപ്പം 300 വീട് വെച്ചു കഴിഞ്ഞു എന്ന് തന്നെ അച്ചു നിരത്തുന്ന ഒരു സാഹചര്യവും നമ്മുടെ കേരളത്തിലുണ്ടായി. പത്രമാധ്യമങ്ങളടക്കം എല്ലാവരും VD സതീശൻ പറഞ്ഞതിനെ അപ്പാടെ തൊണ്ട തൊടാതെ വിഴുങ്ങുകയും ചെയ്തു. അവിടെ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന് നുണ പറഞ്ഞു. എന്നിട്ടും ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവേ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്നിതാ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും എപ്പോഴെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം ഉണ്ടായോ? വയനാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി കോൺഗ്രസ് പിരിച്ച പണം എവിടെ പോയി? ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും, മുഖ്യമന്ത്രിയോടാണോ ആ ചോദ്യം ചോദിക്കേണ്ടതെന്ന്. ആ മുഖ്യമന്ത്രി അന്ന് UDFൻ്റെ ചെയർമാൻ ആയിരുന്നു എന്നേ. എന്നിട്ട് ആ വീട് വെച്ചിട്ടുണ്ടോ? ഒറ്റ 30 സെക്കൻഡ് കൊണ്ട് അങ്ങ് 300 വീട് വെക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നതല്ലേ എന്ന് ചോദിച്ചില്ലല്ലോ. ആരും ചോദിക്കില്ല. അതാണ് VD സതീശൻ പറയുന്ന കള്ളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് നാഴികയ്ക്ക് 40 വട്ടം പ്രചരിപ്പിക്കാനും അദ്ദേഹം തയ്യാറാണെന്നേ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിലൂടെ അദ്ദേഹം പറഞ്ഞെന്താണ്? ആകപ്പാടെ രണ്ട് മാസം മാത്രം 3 മാസം എന്തോ മാത്രം നീണ്ടു നിന്ന ഒരു പ്രളയം കേരളത്തിൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് മറുപടി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളതാണ്. ആകപ്പാടെ ഒരു 2 മാസം എന്ന് മാത്രം നീണ്ടു നിന്ന ഒരു പ്രളയം, 6 മാസമോ 4 മാസം മാത്രം നീണ്ടു നിന്ന ഒരു കോവിഡ്, ഇതാണോ നമ്മുടെ കേരളം നേരിട്ട വലിയ പ്രതിസന്ധി എന്ന് VD സതീശൻ ചോദിക്കുന്ന കേട്ടപ്പോൾ തിരിച്ച് അത്രയും കാലം അടച്ച് വീടിനുള്ളിൽ കഴിഞ്ഞിരുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് പോലും വോയിസ് ഇല്ല. ഞങ്ങളൊക്കെ എത്ര കാലം അടച്ചുപൂട്ടിയിരുന്നു എന്നുള്ളൊരു ചോദ്യം. നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര കാലം പഠിക്കാതെ അല്ലെങ്കിൽ പിന്നെ ഓൺലൈൻ വിദ്യാഭ്യാസവുമായി നമ്മുടെ കുഞ്ഞുങ്ങൾ വീടിനകത്തിരുന്നു എന്നാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചില്ല. അപ്പോൾ VD സതീശൻ്റെ കണക്കിൽ അത് വളരെ ഒരു വെള്ളം കയറി 1 മാസം കൊണ്ട് അവസാനിക്കുന്നതാണ് പ്രളയം എന്നാണ് VD സതീശൻ ചിന്തിച്ചിരുന്നത്. എന്നാൽ അതിനുമപ്പുറം വീട് നഷ്ടപ്പെട്ടവരെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ആ കുത്തൊഴുക്കിൽ ഒഴുകിപ്പോയ ഉറ്റവരെക്കുറിച്ചും മനുഷ്യജീവനുകളെക്കുറിച്ചും അത് ഒരു മനുഷ്യ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളിലോ വേണ്ടപ്പെട്ടവരിലോ ഉണ്ടാക്കാവുന്ന മാനസിക ആഘാതത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. നഷ്ടപ്പെട്ടു പോയ അവരുടെ ഔദ്യോഗിക രേഖകളെക്കുറിച്ചും വീടുകളെക്കുറിച്ചും സ്വത്തുകളെക്കുറിച്ചും എന്തുകൊണ്ട് VD സതീശൻ ആലോചിച്ചില്ല? ഇതൊക്കെ തിരികെ റീബിൽഡ് ചെയ്യണമെങ്കിൽ എത്ര കാലം വേണ്ടിവരും എന്നുള്ളതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് VD സതീശൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചിന്തിക്കാതെ പോയത്? പിന്നീട് കോവിഡ് എന്ന് പറയുന്ന മഹാമാരി, ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വെറും 3 മാസം കൊണ്ട് നമ്മുടെ കേരളത്തെ വിട്ടുപോയോ? ഇല്ല. ഒരു കോവിഡ് വന്ന് 2ാം തരംഗത്തിൽ കോവിഡ് വന്ന ഒരാൾ 6 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ വാക്സിനേഷൻ എടുത്തതിന് ശേഷം മാത്രമാണ് ഇവിടെ കോവിഡ് ഏറെക്കുറെ ഒഴിഞ്ഞുപോയി എന്നൊരു തോന്നലുണ്ടായത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദുർവിധിയിൽ നിന്ന് നമ്മൾ മോചനം ലഭിക്കുമോ എന്നുള്ള ഒരു വലിയൊരു ആശങ്ക നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും പറയുകയാണ് വെറും 6 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ ഈ കോവിഡ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് നമുക്ക് ഇവിടെ നിന്ന് ഒഴിഞ്ഞുപോയി, എൻ്റെ ആശങ്കകൾ ഒഴിഞ്ഞുപോയി എന്ന് പറയുന്നു.
നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത ദുരന്തവും നമ്മുടെ കേരളത്തെ വിഴുങ്ങുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഇതിനെയൊക്കെ ആരാണ് പ്രതിരോധിച്ചത് എന്ന് ചോദിച്ചാൽ അതിനനുഗുണമായ ശക്തിയുക്തമായ ഒരു സർക്കാർ നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഇതാ ഇപ്പോൾ തൊട്ടടുത്ത ദിവസം, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു, ഗംഭീരമായ വാർത്ത അച്ചുനിരത്തി. എന്താണ് ആ വാർത്ത? ടാറ്റ എന്ന് പറയുന്ന കമ്പനി നമ്മുടെ കേരളത്തിൽ കപ്പൽ നിർമ്മാണശാല നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് 10,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോകുന്നു. മുഖ്യമന്ത്രി പറഞ്ഞതാണ് 10,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ കേരളത്തിൽ നടത്താൻ പോകുന്നു എന്ന് പറയുന്ന വലിയൊരു വാർത്ത. അപ്പോൾ അതായത് നമ്മുടെ കേരളത്തിലേക്ക് തുറമുഖ വകുപ്പ് മന്ത്രിയായി ഇരിക്കുന്നത് ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രി തന്നെയല്ലേ തുറമുഖ വകുപ്പ് മന്ത്രി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിഷൻ സമുദ്ര പോലെയുള്ള വലിയ വമ്പൻ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന തുറമുഖ നഗരമാക്കി മാറ്റുക നമ്മുടെ കേരളത്തെ എന്നുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അപ്പോഴേക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായിയാണല്ലോ നമ്മുടെ രത്തൻ ടാറ്റ ഗ്രൂപ്പ്. ആ ടാറ്റ ഗ്രൂപ്പ് നമ്മുടെ ഇവിടേക്ക് കേരളത്തിൽ 10,000 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നു. നമ്മൾ സ്ഥലം കൊടുത്താൽ മാത്രം മതി, 10,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ പൊതുജനം എന്താ കരുതുക? ഈ ഒരു വലിയ നുണ പ്രചരിപ്പിക്കുമ്പോൾ ഇതിന് നുണയെന്ന് പറയാൻ കാരണമുണ്ട്. പിന്നീട് ടാറ്റ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ്സ് തന്നെ ഈ കാര്യം ബോധ്യപ്പെടുത്തി, ഞങ്ങൾക്ക് കേരളത്തിൽ അങ്ങനെ ഒരു കമ്പനി തുടങ്ങാൻ ഞങ്ങൾക്ക് യാതൊരു ഉദ്ദേശവുമില്ല. അങ്ങനെ ഒരു കമ്പനി കേരളത്തിൽ ആരംഭിക്കാൻ, ഒരു കപ്പൽ നിർമ്മാണശാല ആരംഭിക്കാൻ ഞങ്ങൾക്ക് യാതൊരു ഉദ്ദേശവുമില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഥമിക തലത്തിലുള്ള ചർച്ചകൾ പോലും കേരളത്തിൽ നടന്നിട്ടില്ല, മുഖ്യമന്ത്രിയുമായി നടന്നിട്ടില്ല, സർക്കാരുമായി നടന്നിട്ടില്ല. ഞങ്ങൾ കേരളത്തിലെന്നല്ല ദക്ഷിണേന്ത്യയിൽ എവിടെയും, പിന്നീട് വീണ്ടും അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം അതാണ്, കേരളത്തിലെന്നല്ല ദക്ഷിണേന്ത്യയിൽ ഒരിടത്തും ഞങ്ങൾ അങ്ങനെ ഒരു കപ്പൽ നിർമ്മാണശാല തുടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് ഈ പറയുന്ന ടാറ്റ ഗ്രൂപ്പ് വ്യക്തമാക്കുന്നു. അപ്പോൾ എന്തിനായിരുന്നു വി ഡി സതീശനെ പോലെ ഒരു നേതാവ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെ കള്ളം പറഞ്ഞത്? ടാറ്റ ഗ്രൂപ്പ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു, അതൊരു വലിയ വിവാദമാണെന്നേ. എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾ പ്രാഥമിക തലത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വരെ ജനങ്ങളെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് വിളിച്ചു പറയുന്നു. ടാറ്റ ഗ്രൂപ്പ് ഔദ്യോഗികമായി തന്നെ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് അങ്ങനെ തീരുമാനമുണ്ടായിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പോകുന്നതേയില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് നമ്മുടെ മുഖ്യമന്ത്രി നമ്മളെ മഠയന്മാരാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? താൻ തുറമുഖവും ഇവിടെ അതോടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലേക്ക് വൻതോതിലുള്ള നിക്ഷേപം ഉണ്ടാകുന്നു എന്ന് പൊതുജനത്തെ ബോധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കടമ നിർവഹിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഒരു പക്ഷേ അദ്ദേഹം ഈ രീതിയിൽ കള്ളം പറയുന്നത്. അപ്പോൾ ഇനി എന്താണ് ജനം വിശ്വസിക്കേണ്ടത്? നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നതിനെ വിശ്വസിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല എന്ന് പറയേണ്ടി വരും, ഖേദത്തോടു കൂടി പറയേണ്ടി വരും. കഴിഞ്ഞ കാലഘട്ടത്തിൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി പറയുന്നതെല്ലാം നമുക്ക് കൃത്യമായിട്ട് വിശ്വസിക്കാമായിരുന്നു. കാരണം അദ്ദേഹം വലുതായിട്ട് കള്ളം പറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളമായിരുന്നില്ല, അദ്ദേഹം സത്യം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് പക്ഷേ പിണറായി വിജയൻ പറയുന്നതെല്ലാം കള്ളമായി തോന്നി. കാര്യം ചിരിക്കില്ലല്ലോ പിണറായി വിജയൻ, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അന്ന് നിങ്ങൾക്ക് വീട്ടിലിരുന്നോളൂ, ഞങ്ങൾ വേണ്ടതെല്ലാം എത്തിച്ചേരാമെന്ന് പറയുമ്പോഴും പിന്നിൽ ശക്തമായി നിൽക്കുന്ന ഒരു യുവജന പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു, വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ഇന്ന് വി ഡി സതീശൻ്റെ കാലത്ത് ഇത് രണ്ടും ഉണ്ടാകാൻ സാധ്യതയില്ല. യൂത്ത് കോൺഗ്രസ് ഉണ്ടാകില്ല, KSU ഉണ്ടാകില്ല. അതിനുള്ള പണി അവർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. പക്ഷേ ഈ രീതിയിൽ നമ്മളിപ്പം വളരെ പരമാർത്ഥമായി ജനങ്ങളുടെ മുമ്പിൽ വെച്ചു കൊടുക്കുകയാണ് ഇങ്ങനൊരു കള്ളം. നിങ്ങളോട് ഇത്രയും കാലം നിങ്ങളുടെ വോട്ട് മേടിക്കാൻ വേണ്ടി ഈ പറയുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം പച്ച നുണയായിരുന്നുവെന്ന് ഇപ്പോഴെങ്കിലും ഈ പൊതുജനത്തിന് ബോധ്യപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം NSSൻ്റെ സുകുമാരൻ നായർ തന്നെ പറഞ്ഞല്ലോ എന്താ സംഭവിച്ചതെന്ന്. പച്ച നുണ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കാണാൻ അനുവാദം കൊടുത്തു, ഫോൺ എടുത്തു എന്നൊക്കെ പറയുമ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞത്? പച്ച നുണയാണ് എന്നല്ലേ പറഞ്ഞത്. സുകുമാരൻ നായരെ കാണുക കാണാതിരിക്കുക അത് അവരുടെ ഇൻറ്റേർണൽ ഇഷ്യൂ ആണ്. എന്നിട്ട് കൂടിയും അങ്ങനെ സുകുമാരൻ നായർ പോലും പറഞ്ഞു വി ഡി സതീശൻ പച്ചക്കള്ളമാണ് പറയുന്നതെന്ന്. അപ്പം ഈ രീതിയിൽ എത്രയോ ആവർത്തി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ വന്നതാണ് മൂകാംബിക ദർശനവുമായി ബന്ധപ്പെട്ട് MA ബേബി, അത് അദ്ദേഹം MA ബേബി വ്യക്തമാക്കിയിട്ടുണ്ട്. CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി എന്താ പറയുന്നത്? MA ബേബിക്ക് കൊടുത്ത മറുപടിയായി പറഞ്ഞു, ഞാൻ 37 വർഷമായി ഞാൻ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, മുഖ്യമന്ത്രി ആയതിനു ശേഷം പോകണ്ടേ.
അപ്പോൾ എന്താ ഇവിടെ അപ്പം അതിനുള്ള മറുപടി എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ, അതായത് CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന MA ബേബി പറഞ്ഞു അത്രേ, മൂകാംബിക ക്ഷേത്ര ദർശനം മൃദുഹിന്ദുത്വ സമീപനമായി കാണേണ്ടി വരും. ആരുടെ? VD സതീശൻ്റെ. അപ്പോൾ അത് അങ്ങനെ ആ ആരോപണത്തിനുള്ള മറുപടിയായിട്ടാണ് VD സതീശൻ ഇത് പറഞ്ഞതെന്ന്. പക്ഷേ അത് വ്യക്തമാക്കുന്ന കാര്യം എന്താ? ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ കേട്ടിട്ടുണ്ടായിരുന്നോ MA ബേബി പിന്നെ VD സതീശൻ അവിടെ പോയതിനെക്കുറിച്ച്, മൂകാംബികയിൽ പോയതിനെക്കുറിച്ച് ഒരു പരാമർശം നടത്തിയത്? ഒരു മാധ്യമപ്രവർത്തകരും കേട്ട് കാണാൻ ഇടയില്ല. അങ്ങൊരു സാധ്യത പോലും ഉണ്ടാകാനുള്ള ഇടയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി MA ബേബി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടം വരെയാണ് ഈ കള്ളങ്ങളെ സഞ്ചരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. കേരളത്തിൽ സംഭവിച്ച സ്വാഭാവികമായി സത്യം ചെരിപ്പിട്ട് വന്നപ്പോഴേക്കും കള്ളം ലോകം ചുറ്റി വന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഇതാ അവസാനമായി നമ്മൾ പറയുന്നു, ഇതാ ഈ പറയുന്ന ഷിപ്പ് കമ്പനി, കപ്പൽ നിർമ്മാണശാലയുടെ കാര്യത്തിൽ വരെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് ഈ ടാറ്റ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടി വെച്ച് നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.